ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു വാക്കുകളാണ് ആൽഫ ജനറേഷൻ, ബീറ്റ ജനറേഷൻ എന്ന് പറയുന്ന പോലെ നമ്മുടെ ബാത്റൂമുകളിലൊക്കെ ഇതുപോലെ നമുക്ക് ഡിഫൈൻ ചെയ്യാവുന്ന എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ പുതിയതായി വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇപ്പം ഈ സ്മാർട്ട് ടോയ്ലറ്റിന്റെ ഒരു കാലഘട്ടമാണല്ലോ. ടോയ്ലറ്റ് സ്പേസ് വളരെ സ്മാർട്ടായിരിക്കുന്നു. സ്മാർട്ട് ടെക്നോളജിയിലേക്ക് അഡാപ്റ്റ് ചെയ്തിട്ട് പല ഇന്നോവേറ്റീവ് പ്രൊഡക്റ്റുകളും ഇപ്പോൾ നല്ല ബ്രാൻഡുകൾ ഇറക്കുന്നുണ്ട്. വരുന്ന ഒരു കസ്റ്റമറിനെ ഇത് പറഞ്ഞ് പഠിപ്പിക്കാനായിട്ട് നല്ലൊരു സമയം നിങ്ങൾ ചെലവഴിക്കുന്നത്. തീർച്ചയായിട്ടും എല്ലാവരും വിചാരം ഒരു ചെറിയ പ്ലാൻ വരയ്ക്കുന്നതല്ല ഡിസൈനിങ്. There is a lot of effort going into this which most people don't realize. ഇപ്പോൾ പ്രാക്ടിക്കലി നമ്മളിപ്പം ഇത് ഗ്രാമങ്ങളിൽ മാത്രമല്ല സിറ്റീസിലും എവിടെയാണെങ്കിലും ആൾക്കാർ ഭയങ്കര കൺസേൺ ആണ്. ഇങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോൾ ആൾക്കാർ വളരെ ടെൻഷനാണ്. We try and അവരുടെ കൺഫ്യൂഷൻസ് മാറ്റാൻ ഇച്ചിരി ടൈം എടുക്കും. ഒരു സ്വപ്നം സാക്ഷാത്കരിക്കാൻ നിങ്ങൾ കൂടെ നിൽക്കുകയാണല്ലോ. തീർച്ചയായിട്ടും അതെ. ഹായ് ഓൾ, വെൽക്കം ടു ദ ഷോ. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഡിസൈനിങ് ഫോർ മോഡേൺ ലിവിങ്. അതിനായി നമ്മളോടൊപ്പം ചേരുന്നു കൊച്ചിയിലെ വളരെ പ്രശസ്തരായ ബ്ലൂ ബോക്സ് ആർക്കിടെക്ട്സ്. നമുക്കറിയാം, നമ്മൾ വളരെ വലിയ പല പ്രൊജക്റ്റുകളും കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതാരാണ് ചെയ്തത്. അവരാണ് പല വലിയ പ്രൊജക്റ്റുകൾക്കും പിന്നിൽ ബ്ലൂ ബോക്സ് ആർക്കിടെക്റ്റാണ്. ആർക്കിടെക്ട് ജോബിൻ ജോസഫ് ആൻഡ് ഷാമിൻ ജോബിൻ. എയർപോർട്ടുകൾ, ഹോസ്പിറ്റലുകൾ, നിരവധി കൊമേഴ്സ്യൽ പ്രൊജക്റ്റുകൾ, വലിയ അപ്പാർട്ട്മെൻറ്റ് പ്രൊജക്റ്റുകൾ, വലിയ വീടുകൾ, അങ്ങനെ ഏതെല്ലാം തരത്തിലൊരു ആർക്കിടെക്റ്റിന് കൈവെക്കാമോ ആ മേഖലകളിലെല്ലാം കൈവച്ച് വിജയം നമ്മളെ കാണിച്ചു തരുന്ന ഒരു ആർക്കിടെക്ട് സ്ഥാപനമാണ് ബ്ലൂ ബോക്സ്. ഞങ്ങൾക്കൊരു സംശയം ചോദിക്കാനുള്ളത്, നമുക്കറിയാം ഒത്തിരി ആളുകൾ വീടുകളൊക്കെ വെക്കാനായിട്ട് നിങ്ങളുടെ അടുത്ത് വരുന്നുണ്ടല്ലോ. സാധാരണ അവരൊക്കെ പലപ്പോഴും അതിനെക്കുറിച്ച് കാര്യമായൊരു ധാരണയൊന്നും ഉണ്ടാവില്ലല്ലോ. ഇവരെ പലപ്പോഴും കാണിക്കുന്ന മിസ്റ്റേക്കുകൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു തരാമോ? ശരിക്കും മിസ്റ്റേക്കിനേക്കാളും കൂടുതൽ എനിക്ക് പറയാൻ മനസ്സിലാകുന്നത്, കാരണം ഇവര് നമുക്ക് തരുന്ന അവരുടെ റിക്വയർമെന്റ്സിനെ പറ്റി നമ്മളുടെ ആദ്യം പറഞ്ഞു തരുന്നത്, അല്ലെങ്കിൽ ഞങ്ങൾ അവരെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന സമയത്ത് അവരൊരു വേറൊരു ഇമാജിനറി വേൾഡിൽ നിന്നായിരിക്കും നമ്മളുടെ ഡേക്കിലേക്ക് വരിക. അപ്പൊ വീട് എന്ന് പറയുന്ന സ്വപ്നം എല്ലാ മനുഷ്യന്റെയും ഒരു ഭയങ്കര വലിയ ആഗ്രഹമാണ്. അപ്പൊ അതില് അവരുടെ ഇമാജിനേഷനിൽ ഒരു വലിയൊരു ഒരു ഡീറ്റെയിലുമായിട്ടായിരിക്കും നമ്മുടെ ഇതിലേക്ക് എത്തുക. ബേസിക്കലി ഒരു ക്ലട്ടറാണ്. കുറെ എലമെന്റ്സും കൂടെ ഫ്യൂസ് ചെയ്തായിരിക്കും അവരുടെ ഡ്രീം. ആ ഡ്രീമിനെ നമ്മൾ ഫൈൻ ട്യൂൺ ചെയ്ത് കൊണ്ടുവരുവാണ് നമ്മളുടെ ടാസ്ക്. അങ്ങനെ വരുമ്പോൾ ഇപ്പൊ ഇവര് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ ഇമാജിനേഷനിൽ നിന്നും അതിനെ നമ്മളൊരു ഫോമിലേക്ക് കൺവേർട്ട് ചെയ്ത് അല്ലെങ്കിൽ ഒരു റിക്വയർമെന്റ്സിലേക്ക് കൺവേർട്ട് ചെയ്ത് ആ സ്പേസിലേക്ക് കൊണ്ടുവന്ന് ആ സ്പേസ് പ്ലാനിങ്ങിലേക്ക് എത്തിക്കുക എന്നാണ് നമ്മളുടെ ടാസ്ക്. അപ്പം സ്വാഭാവികമായിട്ടും ഇവർ ഈ ഇമാജിനേഷൻ കൊണ്ടുവരുമ്പോൾ നമുക്ക് അവരുടെ റിക്വയർമെന്റ്സിനേക്കാളും അല്ലെങ്കിൽ അവരുടെ ആഗ്രഹത്തിനേക്കാളും വലിയ സ്പേസുകളോ അല്ലെങ്കിൽ പല ഡീറ്റെയിലിംഗ് ആയിരിക്കും ചോദിക്കുന്നത്. അതിനെ നമ്മൾ ക്രോഡീകരിച്ച് അല്ലെങ്കിൽ ഫങ്ഷണലായിട്ടും അല്ലെങ്കിൽ പോസിബിലിറ്റി മനസ്സിലാക്കി ആ സ്പേസിനനുസരിച്ച് അതിനെ സപ്പോർട്ട് ചെയ്തെടുക്കുകയാണ് ഞങ്ങളുടെ. ബേസിക്കലി വരുന്ന ഒരു കസ്റ്റമറിനെ ഇത് പറഞ്ഞ് പഠിപ്പിക്കാനായിട്ട് നല്ലൊരു സമയം നിങ്ങൾ ചെലവഴിക്കുന്നത്. തീർച്ചയായും ഐ ഫീൽ ഡിസൈനിങ് ഇസ് സംതിങ്. എല്ലാവരും വിചാരം ഒരു ചെറിയ പ്ലാൻ വരയ്ക്കുന്നതല്ല ഡിസൈനിങ്. There is a lot of effort going into this which most people don't realize. അതിൽ ഒത്തിരി ടൈം, എഫേർട്ട്, എന്താ പറയുക, നമ്മൾ വി പുട്ട് ഓൾ our heart into it to make something look really pretty. പിന്നെ ഓഫ് കോഴ്സ് അത് ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് പോകണം എന്നുള്ള ആഗ്രഹവും നമുക്കുണ്ടാവും. ഇപ്പോഴത്തെ കറന്റ് ട്രെൻഡ്സിന് പോകണം, ഷുഡ് ലുക്ക് ന്യൂ, സ്ഥിരം ചെയ്യാത്ത സംതിങ് ഡിഫറെന്റ് ചെയ്യണം എന്നുള്ള ആഗ്രഹമൊക്കെ കാണും. ബട്ട് ഓഫ് കോഴ്സ് ഇൻ ദ ലോങ് റൺ തിങ്സ് മേ ചേഞ്ച് അവിടെ ഇവിടെയും. ബട്ട് വി ട്രൈ ആൻഡ് അവരുടെ കൺഫ്യൂഷൻസ് മാറ്റാൻ ഇച്ചിരി ടൈം എടുക്കും. ഒരു സ്വപ്നം സാക്ഷാത്കരിക്കാൻ നിങ്ങൾ കൂടെ നിൽക്കുകയാണല്ലോ. തീർച്ചയായിട്ടും അതെ. പിന്നെ ഈ ഇപ്പം പറഞ്ഞതിനകത്ത് ഞാൻ ഒരു കാര്യം കൂടെ, കാരണം പലപ്പോഴും നമ്മൾ സംഭവിക്കുന്നത് നമ്മൾ ഇപ്പോഴത്തെ ട്രെൻഡിന് മുന്നേ ഓടാനാണ് ശ്രമിക്കുന്നത്. അപ്പം കൂടുതലും നമ്മളുടെ കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ ക്ലയന്റ് അവർ ഇപ്പോഴത്തെ ട്രെൻഡിലായിരിക്കും ഈ കാര്യങ്ങൾ കണ്ടിട്ടായിരിക്കും അവർക്ക് ഇതുപോലെ വേണം എന്നായിരിക്കും നമ്മളോട് പറയുന്നത്. പക്ഷെ ഇത് തീർന്നു വരുന്നത് 1 വർഷമോ 1.5 വർഷമോ കഴിഞ്ഞിട്ടുള്ളതായതുകൊണ്ട് നമുക്ക് അതിനു മുന്നിലേക്ക് ഓടിയാൽ മാത്രമേ ആ കാലത്ത് ഇത് തീർന്നു വരുന്ന സമയത്ത് ഇതിന് ഒരു നല്ലൊരു ഔട്ട്പുട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ഈ പ്രോജക്റ്റ് ഒരു ഔട്ട്ഡേറ്റഡ് പ്രോജക്റ്റിലേക്ക് മാറുന്നൊരു സിറ്റുവേഷൻ ഞങ്ങൾക്ക് എനിക്ക് തോന്നുന്നു അതൊരു വളരെ അപ്രീഷിയബിൾ ആയിട്ടുള്ള ഒരു കാര്യം. കാരണം എപ്പോഴും എല്ലാവർക്കും പറ്റുന്നത് ഇപ്പൊ കണ്ടിട്ടുള്ള ഒരു ഡിസൈൻ വന്നിട്ടാണല്ലോ പലപ്പോഴും ചെയ്യുന്നത്. പക്ഷെ മുന്നോട്ട് ചിന്തിച്ച് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡെഫിനറ്റ്ലി അതാണ് ഒരു മേജർ ടാസ്ക്. അതാണ് എനിക്ക് തോന്നുന്നത് പലപ്പോഴും നമ്മളുടെ ക്ലയന്റിന് ഉണ്ടാകുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ അതാണ്. അവർ ഇപ്പോൾ നടക്കുന്ന ട്രെൻഡ് ആയിരിക്കും നമ്മളോട് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ നിന്ന് നമ്മൾ മുന്നിലേക്ക് ചിന്തിക്കുമ്പോൾ അവിടെ ചിലപ്പോൾ ഒരു മനസ്സിലാക്കിയെടുക്കാൻ കുറച്ച് സമയം. എനിക്ക് തോന്നുന്നു ആ ഒരു വിഷൻ ആയിരിക്കാം നിങ്ങളെ എല്ലാ തരത്തിലുമുള്ള പ്രൊജക്ടുകളിൽ കൊണ്ടുവന്ന് എത്തിക്കുന്നതിന് പ്രധാനപ്പെട്ട കാരണം തോന്നുന്നു. എയർപോർട്ടുകളും എല്ലാം ഉണ്ടല്ലോ. തീർച്ചയായിട്ടും
പിന്നെ ഇവിടെ പല പ്രൗഢഗംഭീരമായ തലയുയർത്തി നിൽക്കുന്ന പല പ്രൊജക്റ്റുകളുടെയും പിന്നണിയിൽ ബ്ലൂ ബോക്സ് നമ്മൾ കാണുന്നുണ്ട്. അത് ശരിക്കും ഞങ്ങൾ ഒരു സൈഡിലേക്ക് അല്ലെങ്കിൽ ഒരു കാറ്റഗറി ഓഫ് പ്രൊജക്റ്റിലേക്ക് മാത്രമായിട്ട് ചുരുങ്ങാതെ ഒരു സ്പ്രെഡ് ഔട്ട് ചെയ്യാന്നൊരു കോൺസെപ്റ്റ്. കാരണം എല്ലാത്തിലും എക്സ്പീരിയൻസ് ചെയ്യുക, അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ട് എപ്പോഴും ഓഫീസ്, നമ്മുടെ ടീം എന്ന് പറയുമ്പോൾ എപ്പോഴും പല പല രീതിയിലുള്ള പ്രൊജക്റ്റുകൾ അപ്രോച്ച് ചെയ്യുക. ഹോസ്പിറ്റാലിറ്റി പ്രൊജക്റ്റുകളായിക്കോട്ടെ, ഇനി ഹെൽത്ത് സെഗ്മെന്റിലായിക്കോട്ടെ, അല്ലെങ്കിൽ റെസിഡൻഷ്യലായിക്കോട്ടെ, ഹൈ റൈസ് അപ്പാർട്ട്മെന്റ്, കൊമേഴ്ഷ്യൽ സ്പേസ്, ഇപ്പം റീസെന്റ് എയർപോർട്ട് പ്രൊജക്റ്റുകളും. ഈ എയർപോർട്ട് പറഞ്ഞപ്പോൾ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ ബേസിക്കലി എയർപോർട്ടിന്റെ ബാത്റൂംസ് ഒക്കെ അല്ലെങ്കിൽ ടോയ്ലറ്റ്സ്, വാഷ് ഏരിയ എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഹെവി ട്രാഫിക് ഏരിയ ആണല്ലോ. തീർച്ചയായിട്ടും അപ്പോൾ ഈ ഹെവി ട്രാഫിക് ആയിട്ടുള്ള പബ്ലിക് ബാത്റൂംസ് ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ എന്തെങ്കിലും മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട എന്തെങ്കിലും പോയിന്റുകളുണ്ടോ? തീർച്ചയായിട്ടും നമ്മൾ ഹെവി ട്രാഫിക് അല്ലെങ്കിൽ പബ്ലിക് ടോയ്ലറ്റ് ഡിസൈൻ ചെയ്യുമ്പോൾ അവിടുത്തെ ഹൈജീൻ പാർട്ടാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഡീറ്റെയിലിംഗ്. പിന്നെ പ്രൈവസി. ഇപ്പം ഇതൊരു പ്രൈവസി എപ്പോഴും നമ്മളുടെ ടോയ്ലറ്റ് സ്പേസിലേക്ക് വരുമ്പം ഒന്ന് ഹൈജീൻ പാർട്ട് ഞാൻ നേരത്തെ പറഞ്ഞു, അതേപോലെ പ്രൈവസി, അതേപോലെ സേഫ്റ്റി ഫാക്ടേഴ്സും നമുക്ക് നോക്കണം. ഇപ്പൊ ഹൈജീനിലേക്ക് വരുവാണെങ്കിൽ ഇപ്പോൾ ആന്റി ബാക്ടീരിയൽ corona യെസ് ever since corona അതിൽ especially I think is getting to the point where we have sensory taps, എവിടെ ടച്ച് എത്ര അവോയ്ഡ് ചെയ്യാൻ പറ്റുമോ അങ്ങനെയുള്ളൊരു രീതിയിലാണ് നമ്മളിപ്പോൾ ഈ പറയുന്ന വാട്ട് എവർ സാനിറ്ററി ഫിറ്റിംഗ്സ് ഓർ ഡോസ് ഫോർ ദാറ്റ് മാറ്റർ എനിത്തിങ് എല്ലാവരും കഴിവതും എല്ലാം ഡോസ് വരെ അങ്ങനെ ചെയ്യുന്നുണ്ട്. we are trying our to bring more innovative products. സ്മാർട്ട് ഡോസ് Smart dose ഇൻട്രൊഡ്യൂസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. വരുന്നുണ്ട്. So we're trying to bring in these things, but especially when it comes to the toilet, ഈ പറയുന്ന പോലെ hygiene ഒരു key factor ആണ്. Ever since corona അത് people are more aware. ഓക്കെ. അതുകൊണ്ട് നമ്മൾ അങ്ങനെ ട്രൈ ചെയ്യും. പിന്നെ ഇപ്പം പല സാനിറ്ററി ഫിറ്റിംഗ്സിനാണെങ്കിലും ഈ ആന്റി ബാക്ടീരിയൽ, ആന്റി ഫംഗസ് പ്രോപ്പർട്ടീസ് ഉള്ള ടോയ്ലറ്റുകൾ ഇറങ്ങിയിട്ടുണ്ട്, റിപ്പ് ഫ്രീ സ്ട്രക്ചേഴ്സ് ഇറങ്ങിയിട്ടുണ്ട്, ഫ്ലഷിംഗ് ടെക്നോളജി വളരെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ട് മാറിയിട്ടുണ്ട്. നമ്മളൊരു ടിപ്പിക്കൽ ടോയ്ലറ്റ് കോൺസെപ്റ്റിൽ നിന്ന് അല്ലെങ്കിൽ ടിപ്പിക്കൽ ബാത്റൂം കോൺസെപ്റ്റിൽ നിന്ന് എൻറ്റയർലി ടെക്നോളജി ഇപ്പം പുൾ ഔട്ട് ചെയ്തിട്ട് ഒത്തിരി പുതിയ പ്രൊഡക്റ്റുകൾ ഇറങ്ങിയിട്ടുണ്ട്. അതെല്ലാം യൂസ് ചെയ്യാൻ പറ്റുന്നത് പബ്ലിക് ടോയ്ലറ്റുകൾ പോലത്തെ സ്ഥലങ്ങളിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈ ഫ്ലഷിംഗ് ടെക്നോളജി പറഞ്ഞപ്പോൾ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പോൾ പലപ്പോഴും നമുക്കൊക്കെ വലിയൊരു കൺസേൺ ആയിട്ട് പലപ്പോഴും പ്രത്യേകിച്ച് അല്പം ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ കൺസേൺ ആയിട്ട് പറയുന്നത് കൺസീൽഡ് ടാങ്കുകൾ. ഈ കൺസീൽഡ് ടാങ്കുകൾ ബാത്റൂമിനകത്ത് ഭിത്തിക്കകത്ത് നമ്മൾ വെക്കുവാണല്ലോ. പലപ്പോഴും അത് വെക്കുന്നത് പിന്നീട് നമ്മൾ ഭിത്തി പൊളിക്കേണ്ടി വരും, അങ്ങനെയൊക്കെയുള്ള പല പല കൺസേൺസും. അത് വെച്ചിട്ട് ഇത് വേണ്ട, അതുകൊണ്ട് വാൾഹാങ് വേണ്ട, ഫ്ലോർ മൗണ്ടിങ് ക്ലോസറ്റ് മതി എന്നൊക്കെ പറയുന്നവരുണ്ട്. അപ്പോൾ അതിന് എന്തെങ്കിലും ഒരു ഉപദേശം നിങ്ങൾക്ക് കൊടുക്കാനുണ്ടോ? ശരിക്കും ഞങ്ങളുടെ പ്രൊജക്റ്റിൻ്റെയൊക്കെ തുടക്കകാലത്ത് ഇത് വളരെ കഷ്ടപ്പെട്ടിട്ടുണ്ട് ആൾക്കാർ ഇത് പറഞ്ഞ് മനസ്സിലാക്കാൻ. ഇതിനുകൊണ്ട് പ്രശ്നമില്ല, ഇതിന് മുകളിൽ കയറിയിരിക്കുമ്പോൾ ഇത് ഒടിഞ്ഞു പോകുമോ, അല്ലെങ്കിൽ ഇത് വെള്ളം ലീക്കായി കഴിഞ്ഞാൽ ഭിത്തി ടൈൽസ് മൊത്തം പൊട്ടിക്കണം. പക്ഷെ അങ്ങനെ ഒന്നുമില്ല. അത് ഇപ്പോൾ പ്രാക്ടിക്കലി നമ്മളിപ്പം ഇത് ഗ്രാമങ്ങളിൽ മാത്രമല്ല സിറ്റീസിലും എവിടെയാണെങ്കിലും ആൾക്കാർ ഭയങ്കര കൺസേൺ ആണ്. ഇങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോൾ ആൾക്കാർ വളരെ ടെൻഷനാണ്. പക്ഷെ അത് പ്രാക്ടിക്കലി അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ നേരത്തെ നല്ലൊരു എഡ്യൂക്കേഷൻ, അല്ല ഇതിനെ ഈ പ്രൊഡക്റ്റിനെ പറ്റി അവർക്ക് ക്ലാരിറ്റി കിട്ടുന്നില്ല. ഈവൻ നമ്മൾക്കും കിട്ടുന്നില്ലായിരുന്നു ഒരു കാലത്ത്. നമ്മൾക്കും ഒരു ടെൻഷനുണ്ട്. ഇപ്പം ഇതുപോലെ ഇപ്പം സർവീസ് കിട്ടാത്ത കുറച്ച് ദൂരെയുള്ള സ്ഥലത്ത് കൺസീൽഡ് വേണ്ട, പകരം നമ്മൾ നോർമൽ ഫ്ലഷ് ടാങ്ക് വെക്കുന്ന ഞാനും അഡ്വൈസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ അതല്ല. ഇപ്പോൾ കാലത്തിനനുസരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുകയും ഇത് നമ്മുടെ നോർമൽ ഫ്ലഷ് ടാങ്കിനേക്കാളും ഈസിയർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാവുന്ന ഒരു പ്രൊഡക്റ്റ് ആണെന്ന് ആ സിംഗിൾ ലെവലിൽ നിന്ന് തന്നെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒത്തിരി കോമ്പാക്ട് ആക്കാം ബിക്കോസ് ഓഫ് WC കൺസീൽ ആക്കുന്നതിന്. സോ ഇറ്റ്സ് വെരി ഈസി. പിന്നെ ആ ഒരു പ്ലേറ്റ് ഊരിയിട്ട് നമുക്ക് ചെയ്യാന്നുള്ളൊരു ചെറിയ കാര്യമുള്ളൂ ഫോർ എമർജൻസി. ബട്ട് കൺവിൻസിങ് ഇസ് ദ ഹാർഡ് പാർട്ട്, ബട്ട് വിൽ ഗെറ്റ് ദേർ. നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട്, യുവർ ഡേ സ്റ്റാർട്ട്സ് ഫ്രം ബാത്റൂം, എൻഡ്സ് വിത്ത് ബാത്റൂം. അപ്പോൾ ഇപ്പോൾ ബാത്റൂമിൽ ഒരു സ്വകാര്യ സ്ഥലമായി മാറിയിരിക്കുക പലർക്കും. പലരും പത്രം വായിക്കുന്ന അവിടെ നിന്നാണ്, മൊബൈലിൽ കാണുന്നത്, റീൽസ് കാണുന്നതും ബാക്കി മെസ്സേജുകൾ അയക്കുന്നത് അവിടെയാണ്. അപ്പോൾ ഈ ഒരു ബാത്റൂമിനെ എങ്ങനെയാണ് ഒരു റിലാക്സിങ് അല്ലെങ്കിൽ ഒരു റിഫ്രഷിങ് സ്പേസ് ആക്കി മാറ്റാൻ നിങ്ങൾ ഡിസൈൻ എന്തൊക്കെ ഫാക്ടേഴ്സാണ് നിങ്ങൾ കൺസിഡർ ചെയ്യുന്നത്? അത് ഷാമിൻ തന്നെ പറയുന്നതായിരിക്കും നല്ലത്. കാരണം ഞാൻ ഡിസൈൻ ചെയ്യുമ്പോൾ മോസ്റ്റ്ലി ടോയ്ലറ്റിലേക്ക് എത്തുമ്പോൾ തന്നെ പറയുന്നത്, കാരണം അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യാൻ പോകുന്ന സ്ഥലം, എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്ന ഒരു സ്ഥലം. അത് ശരിക്കും അത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട സ്ഥലം, പേഴ്സണലി എക്സ്പീരിയൻസ്. ബാക്കി എല്ലായിടത്തും ചിലപ്പോൾ നമ്മുടെ കൂടെ പല ആൾക്കാരും കാണും. കുറച്ചുനേരം പ്രൈവറ്റ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു സ്പേസ് ആണ്. സോ ടോയ്ലറ്റ് എന്ന് പറയുന്നത് ഓരോ ഇൻഡിവിജ്വലിനും ഓരോ പേർപ്പസ് ആണ്. യു കനോട്ട് ജനറലൈസ് ഇറ്റ്. ഓഫ് കോഴ്സ് it will be eventually generalized, പക്ഷെ എന്നാലും ഓരോരുത്തർക്കും ഈച്ച് പേഴ്സൺ യൂസസ് എ ടോയ്ലറ്റ് ഡിഫറെൻ്റ്ലി. ലൈക്ക് യു സെഡ്, പാത്രം വായിക്കാനും ഫോൺ നോക്കാനും there are different purposes. Okay, so what I feel is
see, when clients come to us, the first thing is നമ്മൾ ചോദിക്കുന്നത് apart we understand that they want a space, ഇങ്ങനെ ഒരു സാധനം വേണം എന്നറിയാം. ബട്ട് മോസ്റ്റ് ഓഫൺ എല്ലാവരും പറയുന്നത് ഈസി ടു മെയിൻറ്റെയിൻ ആയിരിക്കണം, എസ്പെഷ്യലി കമ്മിങ് ഫ്രം എ വുമൺ ആൻഡ് എസ്പെഷ്യലി ബീങ് എ വുമൺ. ഓക്കെ. വൺ തിങ് ഐ ഫോക്കസ് ഇസ്, എനിക്ക് എപ്പോഴും എൻ്റെ ഒരു കൺസേൺ ഇസ് ഓൾവേസ് ഇറ്റ് ഷുഡ് ബി എൻ ഈസി മെയിൻറ്റെയിനിങ് ടോയ്ലറ്റ്. Okay. എന്ത് വന്നാലും നമുക്ക് മാക്സിമം ക്ലീൻ ആക്കാൻ പറ്റുന്ന രീതിയിൽ. സോ അങ്ങനെ കുറേ പേര് നമ്മളോട് പറയും, കൗണ്ടർ ടോപ്സിന് കുറേ പേര് കൗണ്ടർ ടോപ്സിന് അഗേൻസ്റ്റ് ആയിട്ട് പറയും, ഇല്ല അത് ക്ലീൻ ചെയ്യാൻ പാടാ. ബട്ട് ഇഫ് യു ടേക്ക് ദ റൈറ്റ് പ്രോഡക്റ്റ്, ഇപ്പം നൈസ് ലുക്കിംഗ് തിൻ റിംലെസ് ആയിട്ടുള്ളതോ വെരി തിൻ റിംസ് ഉള്ളതൊക്കെ ആണെങ്കിൽ ഇറ്റ്സ് വെരി ഈസി ടു മെയിൻറ്റെയിൻ. ആൻഡ് ഇപ്പം ലൈക്ക് ഫോർ എക്സാമ്പിൾ ബ്രാൻഡ്സ് ലൈക്ക് വിട്ര ആൻഡ് ഓൾ കം അപ്പ് വിത്ത് റിയലി ഗുഡ് very sleek, slim products where it's very easy to clean, maintain with plenty of color options. That is one thing എല്ലാവരും ഇപ്പം സ്ട്രെസ് ചെയ്യുന്നത്. ഈ കളേഴ്സ് ഇപ്പം നല്ലൊരു ട്രെൻഡ് ആണോ? ഒത്തിരി നല്ല കളേഴ്സും ഒരുപാട് ട്രെൻഡ് വരുന്നുണ്ട്. ബിക്കോസ് ഓഫ് കോഴ്സ് ദ വേൾഡ് ഇസ് എ വെരി ഓപ്പൺ, ദ വേൾഡ് ഇസ് യുവർ ഓയ്സ്റ്റർ. അപ്പം എല്ലാവർക്കും പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. if they don't really have the budget for like all the toilets, maybe ഒരു ടോയ്ലറ്റ് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പൗഡർ റൂം ആയിട്ട്. Correct. സോ അങ്ങനെ സ്പെഷ്യൽ ആക്കാൻ എല്ലാവരും ഇപ്പൊ ശ്രമിക്കുന്നുണ്ട്. ശ്രമിക്കുന്നുണ്ട്. ആൻഡ് ഈവൻ ഫോസറ്റ്സ് ആണെങ്കിലും ഓർ എനിത്തിങ് CP ഫിറ്റിംഗ്സ് എല്ലാം നമുക്കിപ്പോൾ കളർ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഈ കളർ ഓപ്ഷൻസ് എല്ലാം യൂസ് ചെയ്ത് എങ്ങനെ അറ്റ്ലീസ്റ്റ് ഒരു ടോയ്ലറ്റ് നമുക്ക് കുറച്ച് ഫങ്കി ആക്കാൻ നോക്കാം. വെൽ ദ റെസ്റ്റ് ഓഫ് ഇറ്റ് സ്റ്റേസ് വെരി ഈസി ടു റൂമിനോട് അറ്റാച്ച് ചെയ്ത ടോയ്ലറ്റ്സ് ഒക്കെ ആണെങ്കിൽ നമുക്കത് ഫങ്ഷണൽ ആയിട്ട് യൂസ് Correct, ചെയ്യണം. correct. ബട്ട് അറ്റ് ദ സെയിം ടൈം പൗഡർ റൂംസ് അല്ലെങ്കിൽ വാഷ് ഏരിയ, മെയിൻ വാഷ് ഏരിയാസ്, അതൊക്കെ ഡൈനിങ് വാഷസ് ഒക്കെ എങ്ങനെ ഇച്ചിരി സ്പെഷ്യൽ ആക്കാം, കളേഴ്സ് യൂസ് ചെയ്യാം, അങ്ങനെയൊക്കെ. അതായത് പറഞ്ഞു, ഇറ്റ്സ് എ വെരി പേഴ്സണൽ, വെരി സെൻസിറ്റീവ് പേഴ്സണൽ സബ്ജക്റ്റ് ആണ്. വളരെ നമ്മളതൊരു ലൈക്ക് യു ഹാവ് ടു വിഷൻ യുവർ സെൽഫ് ദെയർ. ആസ് എ ഡിസൈനർ മാത്രമല്ല, ഐ ട്രൈ ആൻഡ് ആസ്ക് ദ പേഴ്സൺ ടു ഓൾസോ വിഷൻ ഇറ്റ് ലൈക്ക് ദിസ്. ഓക്കെ. ബിക്കോസ് ഇതിന്റെ കൂടെ നമ്മൾ ടൈലും കൂടെ കോമ്പിനേഷൻ ഉണ്ടാക്കാൻ നോക്കും. അപ്പം ഈ പറഞ്ഞ ആ റൂമിൽ കയറുമ്പോൾ ഒരു മൂഡ്, ഇത് കൊള്ളാലോ എന്നുള്ളൊരു മൂഡ് റിഫ്രഷിംഗ് റിഫ്രഷിംഗ് ആയിരിക്കണം. സോ ദാറ്റ് ഇസ് ഹൗ യു go ഡിസൈൻ. about with the designs. Yeah. എനിത്തിങ് ടു ആഡ്? അല്ല, ഓൾമോസ്റ്റ് എല്ലാം തന്നെ കവർ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ പലപ്പോഴും നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോഴുള്ളത് ടോയ്ലറ്റ് എന്ന് പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ ഫങ്ഷണൽ ആയിരിക്കണം. അതായത് നമ്മൾ സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുന്ന സ്പേസ് ആണ്. അത് വളരെ ഒരു വേറൊരു ആർട്ടിഫിഷ്യാലിറ്റി കൊണ്ടുവരാതെ ആ പ്രൊഡക്റ്റുകൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് ചെയ്യാൻ Okay. പറ്റുന്നതാണ്. ഓക്കെ. പിന്നെ പലപ്പോഴും ശ്രദ്ധിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ഇപ്പം നേരത്തെ ഷാമ്യം പറഞ്ഞല്ലോ, ഇപ്പം നമ്മൾ വാഷ് ബേസിൽ നിന്ന് വെള്ളം വെളിയിലേക്ക് പക്ഷെ അതിനൊക്കെ റൈറ്റ് ആയിട്ടുള്ള സ്പെസിഫിക്കേഷൻ അനുസരിച്ചുള്ള ടാപ്സ് സെലക്ട് ചെയ്യുക, അതൊക്കെയാണ്. ഇപ്പം ഒരു സാധനം ഒരു പോട്ടിന് പറ്റുന്ന രീതിയിലായിരിക്കണം അതിനോട് കൂടുന്ന ആക്സറീസ്, കറക്റ്റ് വാട്ടർ ഫ്ലോ എല്ലാം കറക്റ്റ് ആയി വരും. പ്രഷർ കറക്റ്റ് ചെയ്തിട്ടുള്ള രീതിയിൽ. അപ്പൊ അങ്ങനത്തെ ഒരു സെലക്ഷൻ പ്രോസസ് ഇപ്പം നല്ല ഷോറൂംസ് പലതും ഉണ്ട്. ആഹാ. നേരത്തെ എന്ന് പറഞ്ഞാൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ആക്ടിവിറ്റി ഇപ്പൊ ലൈവായിട്ട് നമുക്ക് പ്രൊഡക്റ്റ് എടുക്കുന്നതിന് മുന്നേ തന്നെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ Even shower heads. ഈവൻ ഷവർ ഹെഡ്സ് ആഹാ. എക്സ്പീരിയൻസ് ചെയ്ത് ചെയ്യാവുന്ന, ഇപ്പം ഇതൊരു വലിയൊരു കാര്യമാണ്. കാരണം പല സ്റ്റുഡിയോസിലും ഇപ്പം വിട്രയുടെ സ്റ്റുഡിയോ തന്നെ നമുക്ക് വി ക്യാൻ ഡയറക്ട്ലി പ്രൊഡക്റ്റ് കണ്ട് എക്സ്പീരിയൻസ് ചെയ്ത് അതിനെ ടച്ച് ആൻഡ് ഫീൽ ചെയ്ത് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ. സോ പീപ്പിൾ കുറച്ചുകൂടെ ഇതൊരു പേഴ്സണൽ പ്രൊഡക്റ്റ് ലൈക്ക് എ മൊബൈൽ ഫോൺ. നമുക്ക് മൊബൈൽ ഫോൺ എടുക്കുമ്പോൾ അതിന്റെ ഒരു ഫങ്ഷനാലിറ്റി മതി, നമുക്ക് ടച്ച് ആൻഡ് ഫീൽ അതെ. എല്ലാം നമ്മുടെ ഇമ്പോർട്ടൻറ്റ്. കറക്റ്റ് കറക്റ്റ്. അതേപോലെയാണ് ഇപ്പം മിക്കപ്പോഴും എനിക്ക് ഫീൽ ചെയ്യുന്നത് ടോയ്ലറ്റിൽ നിന്നൊരു ഫാക്ടേഴ്സ്. ഓക്കെ. നമ്മൾ ഈ അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു വാക്കുകളാണ് ആൽഫ ജനറേഷൻ, ബീറ്റ ജനറേഷൻ. അതായത് കാലത്തിനനുസരിച്ച് കാലം പുതിയതായി മുന്നോട്ട് പോകുമ്പോൾ പുതിയ ജനറേഷൻസിനെ അവർ ഡിഫൈൻ ചെയ്യുന്നതാണല്ലോ. എന്ന് പറയുന്ന പോലെ നമ്മുടെ ബാത്റൂമുകളിലൊക്കെ ഇതുപോലെ നമുക്ക് ഡിഫൈൻ ചെയ്യാവുന്ന എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ പുതിയതായി വന്നിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഇപ്പം ഈ സ്മാർട്ട് ടോയ്ലറ്റിന്റെ ഒരു കാലഘട്ടമാണല്ലോ. ടോയ്ലറ്റ് സ്പേസ് വളരെ സ്മാർട്ടായിരിക്കുന്നു. സ്മാർട്ട് ടെക്നോളജിയിലേക്ക് അഡാപ്റ്റ് ചെയ്തിട്ട് പല ഇന്നോവേറ്റീവ് പ്രൊഡക്റ്റുകളും ഇപ്പോൾ നല്ല ബ്രാൻഡുകൾ ഇറക്കുന്നുണ്ട്. അപ്പം അതിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഇപ്പം ഫോൺ സ്മാർട്ട് ആയതുപോലെ, ലൈറ്റ് സ്മാർട്ട് ആയതുപോലെ തന്നെ ടോയ്ലറ്റ് സ്മാർട്ടായിട്ട് അതിൽ ഓട്ടോ ഫ്ലഷിംഗ് സിസ്റ്റവും അല്ലെങ്കിൽ ഹൈജീൻ പാർട്ടിലേക്ക് വരാൻ വേണ്ടി ആൻറ്റി ബാക്ടീരിയൽ സ്പ്രേയിങ് സിസ്റ്റം, അതേപോലെ ഓട്ടോ ടെക്നോളജീസ് പലതും ഇതിനകത്ത് വന്നിട്ടുണ്ട്. അഡാപ്റ്റ് ആയിട്ടുണ്ട്. അതിൽ ഈക്വൽ ഇന്റർവെല്ലിൽ ഫ്ലഷ് ചെയ്യുന്നതായ ടെക്നോളജീസ്, ഇപ്പം ഒരു ദിവസം നമുക്ക് വേണേൽ 4 ടൈം ഓട്ടോ ഫ്ലഷിംഗ് സെറ്റിംഗ്സ് ചെയ്യാം. കുട്ടികളൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ യൂറിൻ ചെയ്ത് അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ ആക്ടിവിറ്റീസിലൊക്കെ നമുക്ക് ഫ്ലഷിംഗ് എനിക്ക് തോന്നുന്നു കേരളം പോലെ ഒരു അതെ. സ്ഥലത്ത് വളരെ അത്യാവശ്യമായ ഒന്നാന്ന് തോന്നുന്നു ഈ ഓട്ടോ ഫ്ലഷ്. കാരണം എപ്പോഴും NRIs എല്ലാം ഒത്തിരി ഉള്ളപ്പോ. തീർച്ചയായും NRI പ്രോജക്റ്റിലേക്ക് നമ്മൾ ഇത് ചെയ്യുമ്പോൾ ഇത് ഫങ്ഷണലി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മളൊരു ലോങ് ടൈം 6 months അല്ലെ 8 monthsലേക്കൊക്കെ സ്റ്റേ ചെയ്യാതിരിക്കുമ്പോൾ ഇത് വെള്ളം ഈ ഫ്ലഷ് ടാങ്കിനുള്ളിൽ നമുക്കിത് കണ്ടാമിനേറ്റ് ചെയ്യാനുള്ള ചാൻസസ് വളരെ ഹൈ ആണ്. അപ്പോൾ ഈ ഓട്ടോ ഫ്ലഷിംഗ് സിസ്റ്റത്തിലൂടെ അത് നമുക്ക് വേണമെങ്കിൽ ഒരു 4 days 5 daysലേക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഇന്നോവേറ്റീവ് ടെക്നോളജീസ് ധാരാളമായി ഉണ്ട്. എനിക്ക് തോന്നുന്നു അത് ഈ വെള്ളം WCക്കകത്തൊക്കെ കണ്ടാമിനേറ്റ് ചെയ്യുന്നതും അതിൽ ചെറിയ പാടുകൾ വരുന്നതൊക്കെ എനിക്ക് തോന്നുന്നു മറ്റാരും ശ്രദ്ധിക്കാത്തൊരു മേഖല. അത്രയും ഡീപ്പായിട്ട് പോകുന്നതുകൊണ്ടാണ് തോന്നുന്നു കൂടുതൽ പ്രൊജക്ടുകൾ നിങ്ങൾക്ക്
അവാർഡ് ചെയ്യപ്പെടുന്നത്? അതിന് കാരണം നമ്മൾ കൂടുതലും ചെയ്തുകൊണ്ടിരിക്കുന്ന ഇപ്പൊ റെസിഡൻഷ്യൽ കാറ്റഗറിയേക്കാളും കൂടുതൽ ഹോസ്പിറ്റാലിറ്റി പ്രൊജക്റ്റിലേക്ക് വരുമ്പം അവിടെ ഫങ്ഷണൽ ആക്ടിവിറ്റീസ് ആണ്. ഡിസൈനിൽ ഒരു പ്രൊഡക്റ്റോ അല്ലെങ്കിൽ അതിന്റെ ഒരു ഭംഗിയോ മാത്രമല്ല, അവർ കൂടുതലും കീനായി നോക്കുന്നത് എങ്ങനെ ഫങ്ഷണലി യൂസ് ചെയ്യാൻ പറ്റും, അല്ലെ എങ്ങനെ എക്കോ ഫ്രണ്ട്ലി ആയിട്ട്, അല്ലെ എഫിഷ്യന്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെയാണ് കൂടുതൽ നമ്മുടെ ചർച്ചകളിലേക്ക്. വാട്ടർ സേവിങ് വാട്ടർ സേവിങ്സ് അതൊരു ഇമ്പോർട്ടന്റ്. എല്ലാവർക്കും യൂസർ ഫ്രണ്ട്ലി ആവേണ്ട പ്രോഡക്ട്സ് ആണ് നമ്മൾ ജനറലി ഇതുപോലത്തെ ഒരു പബ്ലിക് സ്പേസസിൽ യൂസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു കൺഫ്യൂഷൻ എന്തോ ഉണ്ടാവില്ല, അതാണ് മെയിൻ തിങ്. വർഷങ്ങളായിട്ട് നോക്കുകയാണെങ്കിൽ ആർക്കിടെക്ട്സിന് കൂടുതൽ പ്രോജക്റ്റുകളിൽ ഇൻവോൾവ് ആകുന്നത് കൂടി വരികയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായ എന്തെങ്കിലും ടിപ്സ്, മറ്റെന്തെങ്കിലും ടിപ്സ് കൊടുക്കാനുണ്ടോ? ആസ് എൻ ഇന്റീരിയർ ഡിസൈനർ ഐ ഓൾവേസ് ഹാവ് ദിസ് ഒരു പോയിന്റ് ഞാൻ എപ്പോഴും പറയുന്നത്, അൾട്ടിമേറ്റ്ലി എല്ലാത്തിന്റെയും മുകളിൽ എസ്തെറ്റിക് തന്നെയാണ് കാര്യം. ഇപ്പൊ നമ്മൾ ഫങ്ഷനാലിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് ഫങ്ഷണൽ ഒരു സാധനം മാത്രം വെക്കാൻ പറ്റില്ല, ഭംഗിയുള്ള സാധനം തന്നെ ആയിരിക്കണം. അപ്പം അതിന് പറ്റുന്ന, അതുകൊണ്ടാണ് നമ്മൾ നല്ല പ്രൊഡക്റ്റിലേക്ക് എത്തുന്നത്. മുൻകാലങ്ങളിൽ എനിക്ക് തോന്നുന്നു പലപ്പോഴും ഒരു ബാത്റൂമിലേക്കൊന്നും ആരും അങ്ങനെ കാണിക്കാറില്ല, പക്ഷെ ഇന്നതൊരു ഷോക്കേസ്. തീർച്ചയായിട്ടും കുട്ടിക്കാലം തൊട്ട് ഒരുപാട് പേർക്ക് ഒരു എഫെക്ഷൻ വരുന്ന ഒരു സാധനമാണ് ബക്കറ്റ് മഗ്ഗിലുള്ള കുളി. പക്ഷെ അതിൽ നിന്ന് തന്നെ ഷവർ, ആ ഒരു ഷവറിങ് കോൺസെപ്റ്റ്, ഷവേഴ്സിലുള്ള ഡിഫറൻസസ്, വാട്ട് ടൈപ്പ് ഓഫ് ഫ്ലോ യു വോണ്ട്, വെള്ളച്ചാട്ടം പോലെ വാട്ടർ, അതുപോലെ കാസ്കേഡ് ഫ്ലോ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ ഇപ്പൊ ആൾക്കാർ റെഡിയാവും. ഇപ്പൊ ഒരു പ്രൊഡക്റ്റ് കാണാൻ ഭംഗിയുണ്ടാവും, പക്ഷെ നമ്മൾ വളരെ ആത്മാർത്ഥമായിട്ട് ഇത് ക്ലീൻ ആക്കാൻ വേണ്ടി ഹാർപ്പിക്കോ അല്ലെങ്കിൽ ലൈറ്റ് ആയിട്ടുള്ള ആസിഡ്സ് കെമിക്കൽസ് യൂസ് ചെയ്തിട്ടായിരിക്കും ഇതേപോലത്തെ പ്രൊഡക്റ്റുകൾ ക്ലീൻ. അപ്പം അതിനും റൈറ്റ് പ്രൊഡക്റ്റ് ചൂസ് ചെയ്യുക, അതിനും ആ കൾച്ചർ നമുക്കിലേക്ക് എത്തി തുടങ്ങിയിട്ടില്ല. പലപ്പോഴും പല ആളുകളും പറയുന്നത് ഇവരൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് സർവീസൊക്കെ കിട്ടുമോ, നാളെ ഇത് മേടിച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊടുങ്ങുമോ? തോട്ട് ടു പുട്ട് ദാറ്റ് ഇങ്ങനെ ഒരു ബ്രാൻഡ് നമ്മൾ എടുക്കണം എന്ന് നമ്മളൊരു ക്ലയന്റിനെ കൺവിൻസ് ചെയ്യുന്ന ഒരു ഭയങ്കര ടാസ്ക്കാണ്. കൊച്ചി കേരളത്തിൽ തന്നെ എനിക്ക് തോന്നുന്നു ഒത്തിരി അനവധി ആർക്കിടെക്ചർ സ്കൂളുകളും കോളേജുകളും ഒക്കെ ഉള്ളൊരു ഓരോ വർഷവും എനിക്ക് തോന്നുന്നു ഏകദേശം 3000-ഓളം സ്റ്റുഡൻസ് പഠിച്ചിറങ്ങുന്നത് അല്ലേ. അപ്പോൾ ഇവ കുട്ടികൾക്ക് കൊടുക്കാനുള്ള ഏറ്റവും നല്ലൊരു ഉപദേശം എന്താ ഇത്തരം കാര്യങ്ങളിൽ?